ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ രാജ്യത്തിന്റെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് 2025 നാം ആഘോഷിക്കുന്നത്? ഉത്തരം 79ാം സ്വാതന്ത്ര്യ ദിനം. രണ്ടാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹിയിലെ ചെങ്കോട്ട. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ രാജ്യത്തിന്റെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് 2025 നാം ആഘോഷിക്കുന്നത്? 79ാം സ്വാതന്ത്ര്യ ദിനം. സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണ്? ചെങ്കോട്ടയിൽ. ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത്. അടുത്ത ചോദ്യം, വിദേശ ആധിപത്യത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിച്ച് ഒരു സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്കാരായ നാം വർഷങ്ങളോളം പോരാടിയിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമായിട്ട് കണക്കാക്കുന്നത് ഏത് സമരത്തെയാണ്? 1857 സമരം. അടുത്ത ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെയാണ്? മീററ്റിൽ. ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന സ്ഥലത്താണ് 1857 സമരം ആരംഭിച്ചത്. 1857 ഇന്ത്യയുടെ മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ കളിയാക്കി വിളിക്കുന്ന പേരെന്ത്? ശിപ്പായി ലഹള. ശിപ്പായി ലഹള എന്നാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കളിയാക്കി വിളിച്ചിരുന്നത്. അടുത്ത ചോദ്യം, 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? വി.ഡി. സവർക്കർ. വി.ഡി. സവർക്കർ ആണ് 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നാഷണൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കാൾ മാർക്സ്. കാൾ മാർക്സ് ആണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നാഷണൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ആയിരുന്നു. മംഗൾ പാണ്ഡെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ 34ാം റെജിമെന്റിൽ ശിപായി ആയി ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അടുത്ത ചോദ്യം, മംഗൾ പാണ്ഡെ ആക്രമിച്ചു വധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയായിരുന്നു? 1857 ലഹളക്കിടയിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരായ ലഫ്റ്റനന്റ് ബാഗ്, സർജന്റ് മേജർ ഹ്യൂസൻ എന്നിവരെയാണ് മംഗൾ പാണ്ഡെ ആക്രമിച്ചു വധിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരായിരുന്നു? ഖുത്തിറാം ബോസ്. ഖുത്തിറാം ബോസ് ആയിരുന്നു. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ 18 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അടുത്ത ചോദ്യം, ഇന്ത്യ സ്വതന്ത്രമാവുന്ന കാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്രഭു. ബ്രിട്ടീഷുകാരനായ മൗണ്ട് ബാറ്റൺ പ്രഭു ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യദിന പരിപാടികൾ ഔദ്യോഗികമായി പ്രക്ഷേപണം ചെയ്യുന്നത് ഏത് മീഡിയയാണ്? ദൂരദർശൻ. സ്വാതന്ത്ര്യദിനത്തിൽ ദൂരദർശന്റെ തത്സമയ പരിപാടികൾ ആരംഭിക്കുന്നത് ഒരു പ്രശസ്ത വ്യക്തിയുടെ സംഗീതത്തോടു കൂടിയാണ്. ഏത് വ്യക്തിയുടെ ഏത് സംഗീതത്തോടു കൂടിയാണ് ദൂരദർശനിൽ സ്വാതന്ത്ര്യദിന പരിപാടി ആരംഭിക്കുന്നത്? ഉസ്താദ് ബിസ്മില്ല ഖാന്റെ ഷഹനായി സംഗീതത്തോടു കൂടിയാണ് ദൂരദർശനിൽ സ്വാതന്ത്ര്യദിന പരിപാടി സാധാരണയായി ആരംഭിക്കുന്നത്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലാല ലജ്പത് റായ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു.
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരം 1942 ഓഗസ്റ്റ് മാസം ആരംഭിച്ച നിയമലംഘന സമരം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് എവിടെ വെച്ചാണ്? ബോംബെയിൽ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബുൽ കലാം ആസാദ്. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഉദ്ഘാടന പ്രസംഗം ചെയ്ത വ്യക്തി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെട്ടതാര്? അരുണ ആസഫ് അലി. അടുത്ത, ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസഫ് അലി, ക്വിറ്റ് ഇന്ത്യ സമരനായകൻ ജയപ്രകാശ് നാരായൺ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏത്? അതാണ് ക്വിറ്റ് ഇന്ത്യ. ഈ വാക്ക് നിർദ്ദേശിച്ചത് ആരാണ്? മെഹർ അലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് നിർദ്ദേശിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷത്തിലാണ് സ്ഥാപിതമായത്? 1885. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അയർലൻഡുകാരനായ പ്രസിഡന്റ് ആരായിരുന്നു? ആൽഫ്രഡ് വെബ്. 1894 ആയിരുന്നു അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്. ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നത് ഏത് വർഷമായിരുന്നു? 1929, 1930, 1936, 1937, 1951, 52, 53, 54 എന്നീ വർഷങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ഏത് വർഷമായിരുന്നു? 1924. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ഏതായിരുന്നു? 1938 ഹരിപുര കോൺഗ്രസ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പ് ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രശസ്തമായ പ്രസംഗം ഏതു പേരിലാണ് പ്രസിദ്ധമായത്? വിധിയുമായുള്ള കൂടിക്കാഴ്ച. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സേനയെ നയിച്ച വ്യക്തി ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ക്വസ്റ്റ്യൻ, 1930 ദണ്ഡി മാർച്ച് പ്രസംഗം നടത്തിയ ദേശീയ നേതാവ് ആരായിരുന്നു? മഹാത്മാ ഗാന്ധി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏതായിരുന്നു? സുബേദാർ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നൗറോജി. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെട്ടതാരായിരുന്നു? ആചാര്യ വിനോബ ഭാവെ. ആറ്റിങ്ങൽ കലാപം നടന്നതെന്ന്? 1721. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? തത്വബോധിനി. 1946 നാവിക കലാപത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലം ഏത്? ബോംബെ. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത്? വൈക്കം സത്യാഗ്രഹം. 1924. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. അടുത്ത ചോദ്യം, ഡെവിൾസ് വിൻഡ്, അതായത് ചെകുത്താൻ്റെ കാറ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഭവം ഏത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ആരായിരുന്നു? ജനറൽ ഡയർ. ബംഗാൾ വിഭജനം നടത്തിയത് ആര്? കഴ്സൺ പ്രഭു. 1905 കഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ചത്. ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ആര്? ഹാർഡിഞ്ച് പ്രഭു. 1911 ഹാർഡിഞ്ച് പ്രഭു ബംഗാൾ വിഭജനം റദ്ദാക്കിയത്. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്? ചൗരി ചൗര സംഭവം. അടുത്ത ചോദ്യം, ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രഭാഷണം നടത്തിയത് എവിടെ വെച്ച്? മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച്.
ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതോടെ ഗോവാലിയ ടാങ്ക് മൈതാനം പിന്നീട് അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. ഇന്ത്യയിൽ ആദ്യമായി കടൽമാർഗം എത്തിയ വിദേശ ശക്തികൾ ആരായിരുന്നു? പോർച്ചുഗീസുകാർ. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? സരോജിനി നായിഡു. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കെ കേളപ്പൻ. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ബാലഗംഗാധര തിലക്. ഇന്ത്യയോടൊപ്പം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ ഏതെല്ലാം? ദക്ഷിണ കൊറിയ, കോങ്കോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? അദ്ദേഹം ഏതു പാർട്ടിക്കാരനായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. അദ്ദേഹം ലേബർ പാർട്ടിയുടെ നേതാവായിരുന്നു. അടുത്ത ചോദ്യം. ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. ഇന്ത്യൻ നാഷണൽ ആർമി INA രൂപീകരിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം. എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ് എന്ന് പറഞ്ഞതാര്? ഗാന്ധിജി. ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്ന്? 1930 മാർച്ച് 12. ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെയായിരുന്നു? ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന്? 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഞ്ചാബിലെ അമൃതസർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി തിരിച്ചേൽപ്പിച്ച ഇന്ത്യൻ കവി ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ. നമ്മുടെ ദേശീയ ഗാനം ജനഗണമന എഴുതിയതാര്? രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനത്തിലെ വരികൾക്ക് ഈണം ചിട്ടപ്പെടുത്തിയതാരാണ്? രാം സിംഗ് താക്കൂർ. അടുത്ത ചോദ്യം. ഗാന്ധിജി ജനിച്ച വർഷം ഇത്? 1869 ഒക്ടോബർ 2. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ്? റിപ്പൺ പ്രഭു. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏത്? 1932. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? സി രാജഗോപാലാചാരി. ഏകാംഗസേന അഥവാ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാര്? മൗണ്ട് ബാറ്റൺ പ്രഭു. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിൽ. ഇന്ത്യയിൽ നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിച്ച ചരിത്ര സംഭവം ഏതാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ലോർഡ് മൗണ്ട് ബാറ്റൺ. ലോർഡ് മൗണ്ട് ബാറ്റൺ. ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർമ്മാണത്തിനായി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് എന്നായിരുന്നു? 1946. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹൽ. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. മോത്തിലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ഏതു വർഷമായിരുന്നു? 1919. ലാലാ ലജ്പത് റായ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് ഏതു വർഷമായിരുന്നു? 1920. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായത് ഏത് വർഷമായിരുന്നു? 1931. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ദേശീയ നേതാവ് ആരായിരുന്നു? BR അംബേദ്കർ. ആറ്റിങ്ങൽ കലാപം നടന്നത് ഏത് വർഷമായിരുന്നു? 1721 ഏപ്രിൽ 15. അടുത്ത ചോദ്യം. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? മണികർണിക. 1902 രൂപം കൊണ്ട വിപ്ലവ സംഘടന ഏതായിരുന്നു? അനുശീലൻ സമിതി. ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു? സ്വാമി വിവേകാനന്ദൻ. നവജവാൻ ഭാരത് സഭ രൂപീകരിച്ചത് ആരാണ്? നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി.
ദേശീയ ഗാനം പാടാൻ എത്ര സമയം ആവശ്യമാണ്? 52 സെക്കൻഡ്. ആദ്യമായി ദേശീയ ഗാനം ആലപിച്ചത് എപ്പോൾ? 1911 ഡിസംബർ 27 കൽക്കട്ടയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വെച്ചായിരുന്നു ആദ്യമായി ദേശീയ ഗാനം ആലപിക്കപ്പെട്ടത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.